കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായി പല പഞ്ചായത്തുകളിലും ആരാണ് പരസ്പരം സഹായിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. മറ്റത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ വളരെ കൃത്യമായ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള UDFനും CPM അടക്കമുള്ള LDFനും ഒരു കാരണവശാലും പിന്തുണ നൽകില്ല എന്ന് BJPയുടെ നിലപാട് വളരെ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. മറ്റത്തൂര് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ആളുകൾ സ്വതന്ത്ര ഒരു പ്രസിഡന്റിനെ കൊണ്ടുവന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറായി. കാരണം 25 വർഷക്കാലത്തെ മറ്റത്തൂരിലെ ആ ധാർഷ്ട്യം, ആ കുത്തക ഭരണം അവസാനിപ്പിക്കുക, വളരെ കാലങ്ങളായി മറ്റത്തൂരിലെ ആ CPMന്റെ ദുർഭരണത്തിനെതിരായി ഭാരതീയ ജനതാ പാർട്ടി സമരത്തിലാണ്. അതിൻ്റെ കൃത്യമായ പകവീട്ടൽ എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത്. എന്തായാലും CPMനോ കോൺഗ്രസിനോ അനുകൂലമായ ഒരു നിലപാടും ഭാരതീയ ജനതാ പാർട്ടി എടുത്തിട്ടില്ല. സ്വതന്ത്ര അംഗത്തിനെ പിന്തുണച്ചു. യാതൊരു സ്ഥാനമാനങ്ങളും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു എന്ന് പറയുമ്പോഴും അവർ നേരത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നതാണ്, അവരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തിരുന്നു എന്നുള്ളതാണ് DCC പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ തത്വത്തിൽ കോൺഗ്രസ് അംഗത്തെ തന്നെ പിന്തുണച്ചു എന്നുള്ളൊരു വ്യാഖ്യാനം വരുന്നുണ്ട്. DCC പ്രസിഡന്റ് ആദ്യം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ആളുകളെ പിടിച്ചു നിർത്താനുള്ള ഏർപ്പാടാണ് നടത്തേണ്ടത്. ജോസഫ് ടാജറ്റ് ആദ്യം ഈ ഔസേപ്പ് അവിടെ UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോയ ആളാണ്. ആ UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി CPMൽ പോയിട്ട് എങ്ങനെയാണ് മത്സരിച്ചതെന്ന് ടാജറ്റ് പോയിട്ട് അന്വേഷിക്കണം. അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ല. 8 അംഗങ്ങളും 2 വിമതന്മാരുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 4 BJP അംഗങ്ങൾ തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം കോൺഗ്രസിനോട് ചോദിച്ചാൽ മതി, BJPയോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ കോൺഗ്രസ് രാജിവെച്ച അംഗങ്ങൾ ഇനി BJPയിലോട്ടൊക്കെ തന്നെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുമോ? എന്തായാലും ഭാരതീയ ജനതാ പാർട്ടി അത്തരത്തിൽ ഒരു നീക്കം നടത്തിയിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി ഇവരോട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്തായാലും മറ്റത്തൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുത്തക ഭരണം അവസാനിപ്പിക്കാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും നാട്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സ്വതന്ത്രത്തിന് പിന്തുണ നൽകി കേരളത്തിൽ ഇടതുപക്ഷവും UDFും യോജിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ ഭരണത്തിൽ നിന്ന് അകറ്റുന്ന പോലെയല്ല, അവിടെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ആളുകൾക്കാണ് ഭാരതീയ ജനതാ പാർട്ടി പിന്തുണ കൊടുത്തിട്ടുള്ളത്.